Hi, hello, assalamu alaikum and welcome back to yet another beautiful episode of Painlu. So, എന്നും പറയുന്ന ഈ ഡിസപ്പിയറിങ് എക്സ്ക്യൂസസ് ആയിട്ട് ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നില്ല ബിക്കോസ് എനിക്ക് മൂഡ് ഉണ്ടാകുമ്പോൾ ഒരു വ്ളോഗ് ഇടും, എനിക്ക് മൂഡ് ഉണ്ടാകുമ്പോൾ വ്ളോഗ് ഇടില്ല. അതാണ് ഇപ്പം എൻ്റെ അവസ്ഥ. ബട്ട് സ്റ്റിൽ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ഒരു അടിപൊളി വ്ളോഗായിരിക്കും ബിക്കോസ് ടുഡേ വി ആർ വിസിറ്റിംഗ് വൺ ഓഫ് ദി എമിറാറ്റീസ് ഹൗസ്. അപ്പം ഇന്ന് അവർ നമ്മളെ ലഞ്ചിന് വിളിച്ചിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ഒരു സ്റ്റോറി എങ്ങനെയാണെന്ന് വെച്ചാൽ ആക്ച്വലി മൈ മദർ ഇൻ ലോ അമ്മ ഹാസ് ലോട്ട് ഓഫ് അറബ് ഫ്രണ്ട്സ് ഉണ്ട്. സോ ഷി വാസ് ബേസ്ഡ് ഇൻ UAE. ലൈക്ക് കുറേ കാലമായിട്ട് ഇവിടെ ഉള്ള ആളാണ്. അതുകൊണ്ട് ആൾക്ക് ഉള്ള ഫ്രണ്ട്സ് മുഴുവൻ ഈ UAE ലോക്കൽസ് ഇൻ എമിറാറ്റീസ് അങ്ങനെ. അപ്പം ഞാൻ ഇതിൻ്റെ മുന്നേ കുറേ 2-3 ആൾക്കാരുടെയൊക്കെ വീട്ടിൽ പോയപ്പോൾ അവരെ വീടൊക്കെ എന്തൊരു ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിരിക്കണേ, ലൈക്ക് ഒരുപാട് സംഭവങ്ങളൊക്കെ അവിടെ കാണിച്ചു തരാനുണ്ട്. ബട്ട് മൈ തോട്ട് വാസ് ലൈക്ക് നമുക്ക് അറബ്സിൻ്റെ വീടല്ലേ, നമുക്ക് ആക്ച്വലി അക്കോർഡിംഗ് ടു ഇസ്ലാമിക് റൂൾസ് നമുക്ക് അവിടെയുള്ള പെണ്ണുങ്ങളെയൊന്നും നമുക്ക് ക്യാമറയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. അതുകൊണ്ട് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഐ വാസ് നോട്ട് ടേക്കിംഗ് മൈ ക്യാമറ ഔട്ട് ആൻഡ് പുട്ടിങ് ഇറ്റ് ഒരു വ്ളോഗായിട്ട്. അപ്പോൾ അന്നൊക്കെ ഞാൻ വിചാരിച്ചു ഈ ഒരു വ്ളോഗ് എടുത്താൽ നന്നായിരുന്നു ബിക്കോസ് ദർ വാസ് ലോട്ട് ഓഫ് തിങ്സ് ടു ഷോ ടു യു ഓൾ. അപ്പോൾ ഇന്ന് കണ്ടില്ലേ, ഐ എം ഡ്രസ്ഡ് അപ്പ് ഓൾ ദേസി ബിക്കോസ് നമ്മുടെ ഒരു ഇന്ത്യൻ ട്രഡീഷൻ അവരെ കാണിക്കാം എന്ന് വിചാരിച്ചിട്ട് സെമി പറഞ്ഞു യു വെയർ എത്നിക്, അതായിരിക്കും ബെറ്റർ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് നല്ലൊരു ചുരിദാറൊക്കെ ഇട്ടിട്ട് പോവാം. ആൻഡ് ഇങ്ങനെയൊക്കെയല്ലേ നമ്മുടെ ചുരിദാർ മുതലാവുള്ളൂ. സോ ഇന്നത്തെ ഡ്രസ്സ് എൻ്റെത് ഇതാണ്. യു ഹാവ് സീൻ ഇറ്റ് ഇൻ മൈ ഷോർട്സ് ആൻഡ് ഓൾ. സോ യാ, അപ്പം ഇന്ന് നമ്മൾ അവിടെ പോവാണ്. അവരുടെ ഒരു കൾച്ചറും മാക്സിമം ഞാൻ കവർ ചെയ്യാൻ നോക്കാം. കാരണം അവരെ കുറേ ലേഡീസ് ഉണ്ട്. ലൈക്ക് അവരെ ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല. ഇഫ് ദേ ഗിവ് മീ പെർമിഷൻ ഐ ഡെഫിനറ്റ്ലി ഷൂട്ട് ഇറ്റ് ഫോർ യു ഓൾ. പിന്നെ നമ്മുടെ ലഞ്ചിൻ്റെ കാര്യങ്ങളും അവരുടെ വീടും ഡെക്കറേഷൻസും അവരുടെ രീതികളും ഒക്കെ ഞാൻ കവർ ചെയ്യാൻ പറ്റുന്ന മാക്സിമം കവർ ചെയ്തിട്ട് ഈ ഒരു വ്ളോഗിലിടാം. സോ ദാറ്റ് വിൽ ബി ആ വ്ളോഗ് ടുഡേ. സോ ഐ ഹോപ്പ് ദിസ് വിൽ ബി ആൻ ഇൻട്രസ്റ്റിംഗ് ഡേ ഔട്ട് വ്ളോഗ് എന്നൊക്കെ പറയാം അല്ലേ. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഔട്ട്ഫിറ്റ്. ലൈക്ക് ഇപ്പോൾ ഗൈസ് പോസ്റ്റാണ്. ഞാൻ റെഡി ആയിട്ട് ഏകദേശം 30 minutes ആയി. ഇവിടെ അമ്മ ഓൾസോ നോട്ട് റെഡി, സമീർ ഓൾസോ നോട്ട് റെഡി. ആൻഡ് ഓൾസോ ടുഡേ ഈസ് അമ്മാസ് ബർത്ത്ഡേ. അപ്പോൾ അങ്ങനെ I'll put you in the vlog, okay, no? Okay. So this is my mother-in-law. Say hi. Hi. Amma? Yeah. Tell about your best friend. Yeah, I'm going today my friend house for the lunch. Today my birthday also. Yeah, we are going there for lunch. For lunch. We'll show their house and all. Yeah, everything. We'll send a video for you. Okay. This is something we're taking. Hi, Samira. Hello. On the way, we'll buy flowers, no? Close at 1:30. I don't know if they're open. Better we go for dinner. സോ ഇന്ന് അമ്മയുടെ ബർത്ത്ഡേ കൂടി ആയതുകൊണ്ട് നമുക്ക് ചെറിയ കുറച്ച് പ്ലാൻസ് ഒക്കെ ഉണ്ട്. നമ്മൾ പോകുന്ന ആളുടെ വീട്ടിൽ നിന്ന് കേക്ക് കട്ടിങ്ങും ആൾക്ക് കുറച്ച് ഫ്ലവേഴ്സ് ഒക്കെ ഗിഫ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ ഫസ്റ്റ് പോകുന്നത് കേക്ക് മേടിക്കാനാണ്. അപ്പോൾ ഇതൊന്നും അമ്മ അറിയില്ല കേട്ടോ. അതൊക്കെ സർപ്രൈസായിട്ട് നമ്മൾ അതിൻ്റെ ഇടയിൽ പ്ലാൻ ചെയ്ത് പോയതാണ്. പിന്നെ ആൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സംഗതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലവേഴ്സാണ്. അപ്പോൾ നമ്മൾ പോകുന്നിടത്തേക്ക് ഫ്ലവേഴ്സ് വാങ്ങാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആളെ ഫ്ലവർ ഷോപ്പിലേക്ക് കൊണ്ടുപോകുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ നേരമില്ലാത്ത നേരത്താണ് നമ്മൾ ഈ ഫ്ലവർ ബൊക്കെ നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ആളെ പറ്റിച്ചിട്ട് അങ്ങോട്ട് കൊണ്ടുപോയത്. പക്ഷെ അവിടെ ഓൾറെഡി കുറേ കസ്റ്റമേഴ്സൊക്കെ ഉണ്ടായിട്ട് നല്ല ഡിലേ ആയി നമ്മുടെ ബൊക്കെ ഒന്ന് ചെയ്ത് കിട്ടാൻ കേട്ടോ. അപ്പോൾ ആളുടെ വിചാരം ഇത് നമ്മൾ പോകുന്ന സ്ഥലത്തേക്ക് കൊടുക്കാനുള്ളതായതുകൊണ്ട് ആൾ ക്ഷമയിൽ വെയിറ്റ് ചെയ്തു. അപ്പം ഇതൊക്കെ വേറെ കസ്റ്റമേഴ്സിന് അവർ ചെയ്തു കൊടുക്കുന്ന സംഗതികളാണ് കേട്ടോ. നല്ല ഭംഗിയില്ലേ. അപ്പം നമ്മുടെ ബൊക്കെ ഇതാ ഒരു വലിയ ബൊക്കെ ഓഫ് റെഡ് റോസസ്. അപ്പോൾ ഇതായിരുന്നു നമ്മൾ അമ്മയ്ക്ക് ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ബൊക്കെ കേട്ടോ. അപ്പം ആളവിടെ കൂളായിട്ട് നിൽക്കുന്നുണ്ടോന്നും അറിയാത്ത പോലെ. എന്തായാലും ഈ ബൊക്കെ എൻ്റെ ഡ്രസ്സിനായിട്ട് നല്ല മാച്ചിങ് ആയതുകൊണ്ട് ഞാൻ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. ഓക്കെ ഡൺ. ബൈ ആൻറ്റി. Bye, Habibti. Bye, Mashallah.
So we are asking husband, you too much beautiful. Oh, thank you. ഇപ്പം നടന്ന സംഭവം എന്താണെന്നറിയോ, ആ അബായിട്ട് ആൻറ്റി നമ്മൾ ആ ഷോപ്പിൽ പോയപ്പോൾ കണ്ടൊരു ആൻറ്റിയാണ്. അപ്പോൾ അവിടുന്ന് ഇവരിങ്ങനെ സംസാരിച്ച് അമ്മയുടെ ബർത്ത്ഡേ ആണെന്ന് മനസ്സിലായപ്പം ആൾക്കൊരു റോസൊക്കെ ഗിഫ്റ്റ് ചെയ്തു. കൂടെ എന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് എന്നുള്ളൊരു കോംപ്ലിമെന്റും കിട്ടിയിട്ടോ. ഹസ്ബൻഡിൻ്റെ അടുത്ത് അത് പ്രത്യേകം പറയാൻ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ പ്രത്യേകം പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഫൈനലി നമ്മളിതാ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ അമ്മയുടെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ വീട്, which is Emirati's house. അപ്പോൾ ലഞ്ചിന് നല്ല അടിപൊളി മട്ടനും റൈസും ആയിരുന്നു. എന്ത് ബിരിയാണിയാണോ വേറെ എന്തെങ്കിലും റൈസാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, ബട്ട് ഇറ്റ് വാസ് ലൈക്ക് ഒരു പുലാവ് പോലെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു അടിപൊളി റൈസായിരുന്നു. പിന്നെ ഇത് അവരുടെ ഒരു പാർക്ക് പോലത്തെ ഏരിയ ആണ് കേട്ടോ. ഈ കാണുന്നത് അവിടെ മെയ്ഡ്സിന് സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു കിച്ചൺ ഏരിയ ആണ്. അപ്പോൾ വന്ന പാടെ തന്നെ അവർ നമ്മളെ ഗസ്റ്റ് റൂമിലേക്ക് കൊണ്ടുപോയി സ്നാക്സ് ഒക്കെ തന്നു. പിന്നെയാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ പോയത് കേട്ടോ. പിന്നെ അത് ഞാൻ വീഡിയോയിൽ കാണിച്ചില്ല എന്നുള്ളൂ. പിന്നെ അവർ മൊത്തം അറബിയിൽ സംസാരിക്കുക ആയതുകൊണ്ട് ഞാൻ പോസ്റ്റാണ്, അതുകൊണ്ട് ഞാൻ പുറത്ത് വന്നിരുന്നതാണ്. ഇനി എന്തായാലും നമുക്ക് അമ്മയുടെ ബർത്ത്ഡേ കേക്ക് കട്ടിങ്ങിലേക്ക് കിടക്കാം. അപ്പം ഇത് അത്രയും സ്നാക്സ് നമുക്ക് കഴിക്കാൻ വേണ്ടി അവർ കൊണ്ടുവച്ചതാണ്. എന്തൊക്കെയോ സാധനങ്ങളുണ്ട്, ക്രോസോൺസ് ഉണ്ട്, ഡോണറ്റ്സ് ഉണ്ട്, മിനി പിസ്സ, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. എൻ്റെ അമ്മയുടെ കേക്കിൽ ഇപ്പോൾ ക്യാൻഡിൽസ് കത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഹൂറാണ്. ഹൂർ എന്ന് പറഞ്ഞാൽ ഷെയ്ഖ് ആൻറ്റീൻ്റെ ഏറ്റവും ചെറിയ മോളാണ്. അവർക്ക് 10 മക്കളാണ്, അതിലാകെ ഒരു മോനും ബാക്കിയെല്ലാം പെൺകുട്ടികളാണ് കേട്ടോ. അപ്പോൾ ഈ ഹൂർ എന്നേറ്റ് ഭയങ്കര കമ്പനിയായിരുന്നു. ആൾക്ക് ഇംഗ്ലീഷൊക്കെ അറിയുന്നതുകൊണ്ട് നമ്മൾ നന്നായിട്ട് സംസാരിച്ചു. പിന്നെ ബാക്കി പെൺകുട്ടികളും ചില്ലറക്കാരൊന്നും അല്ല കേട്ടോ, എല്ലാവരും UAE പോലീസ് ആൻഡ് ആർമി ഡിപ്പാർട്ട്മെന്റിലേക്കാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇനി അമ്മയുടെ കേക്ക് കട്ടിങ് കണ്ടിട്ട് വരാം. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ അമ്മ, ഹാപ്പി ബർത്ത്ഡേ ടു യു. Okay, ma cut now. يلا جاز كده بس انتوا تسلي اكل زين. يلا بصور لحظة أصور. هذيك البقرة سمير صح يمكن. حتى علي جاني صح. هم عندهم عادة. لا لا كلهم نايم بالدار. خلاص انتوا سلي اكل خلاص ما يعطي هذا. لا يلا علي يلا جاني. خلاص حتى في جاي شبيها. بدون سكين بدون سكين بدون سكين شيلها بدون لا خلاص ما مشكلة ولد ما لا هم كلنا عندهم نفس العادة يعني. يلا بنجور يلا يلا. سمير ومحمد يلا. You forgot your best friend, Amma. Best friend. انا معلوم على كلام سمير ما بجيب شوف هلا نفس ما المقال يلا أما. سمير انت سمير ايش اسمها فهمة؟ يلا. اي والله محمد نسيته
അപ്പം ഇതാണ് ഗൈസ് ദ യങ്ങസ്റ്റ് ഗേൾ ഇൻ ദ ഫാമിലി, ഹൂർ. ആള് ഭയങ്കര സ്വീറ്റ് ആയിരുന്നു. എന്തായാലും ഫുഡും കേക്ക് കട്ടിങ്ങും കഴിഞ്ഞ് വീണ്ടും അവർ സ്നാക്സ് തന്നുകൊണ്ടിരിക്കുകയായിരുന്നു. തിന്നൽ മാത്രമായിരുന്നു ഒരു പണിയിട്ടാ. പിന്നെ ഇത് അവരുടെ ഏറ്റവും മൂത്ത മോനാണ്, ഹി വർക്ക്സ് ഇൻ ആർമി. പിന്നെ ഇത് ആളുടെ ബേബിയാണ്. പിന്നെ ഈ ഒരു സംഭവം എന്തോ ഒരു അറബിക് പായസം പോലത്തെ ഒരു ഐറ്റം ആണ്. ഇനി ഇവിടെ ഞാൻ കണ്ട മറ്റൊരു മഞ്ഞാള ചടങ്ങ് ഇതാ പൈസ എറിഞ്ഞ് പൈസ വാരുക എന്നുള്ളൊരു സംഗതിയാണ്. ഞാൻ പൊട്ടത്തെ വലിയ വീഡിയോ ഒക്കെ എടുത്ത് അവിടെ ഇരുന്നപ്പോത്തിനും ബാക്കി എല്ലാവരും വന്ന് പൈസ ഒക്കെ എടുത്തുകൊണ്ട് പോയി. അപ്പോൾ സെക്കൻഡ് റൗണ്ടിൽ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അങ്ങനെ എനിക്കാകെ കൂടെ കിട്ടിയത് 10 ദിർഹംസാണ്. എന്നാലും സാരില്ല, കിടക്കട്ടെ. അങ്ങനെ പരിപാടികളൊക്കെ നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞു. ഒരു 5 മണിയൊക്കെ ആയപ്പോൾ പിന്നെ നമ്മൾ സ്ഥലം വിടാമെന്നൊക്കെ വിചാരിച്ച് അങ്ങനെ പുറത്തിറങ്ങി നോക്കിയപ്പോണ്ടാ ഫുൾ പൂച്ച് ഓഫ് സെയിം കളർ. ഞാൻ ഇതേപോലത്തെ ഒരു 4-5 എണ്ണത്തിനെ അവിടെ കണ്ടു കേട്ടോ, അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. അപ്പോൾ അവർ വളർത്തുന്നതോ അങ്ങനെ എന്തോ ആണ് സംഭവം. എന്തായാലും ഈ കളറുള്ള പൂച്ചകളെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. സോ ഞാൻ കുറച്ച് നേരമൊക്കെ നോക്കിയിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് പോകാനുള്ള ടൈം ആയിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ കുറച്ച് ഡോണറ്റ്സും അവിടെ നിന്ന് നമ്മൾ മുക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം നമ്മളെപ്പം പറയുകയാണെങ്കിലും ഷിക്കാൻറ്റി നമുക്ക് ഡോണറ്റ്സ് ഉണ്ടാക്കി വീട്ടിൽ കൊണ്ട് തരാറുണ്ട്. ആൻഡ് ഇവരുടെ വൈറ്റ് ഡോണറ്റ്സ് ഭയങ്കര ടേസ്റ്റാണ്. ഇവരുടെ മെയ്റ്റ്സ് ഉണ്ടാക്കുന്നത് ഫ്രം എത്യോപ്യ. അവരുണ്ടാക്കുന്നതായതുകൊണ്ട് ആണോന്നറിയില്ല, ഭയങ്കര ടേസ്റ്റാണ്. അപ്പം ഞാൻ കുറച്ച് എനിക്ക് പാക്ക് ചെയ്ത് തരണം, ഞാൻ പിന്നെ കഴിച്ചോളാം എന്ന് പറഞ്ഞപ്പം പാക്ക് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി പോയതാണ്. അപ്പം എന്തായാലും വളരെ സ്വീറ്റ് ആയിട്ടുള്ളൊരു ഫാമിലി ആയിരുന്നു. എല്ലാവരും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര ഹയർ പൊസിഷൻസിൽ ഇരിക്കുന്ന ഒരു ഫാമിലി ആണെങ്കിൽ കൂടെ ഭയങ്കര ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. പിന്നെ ഇവിടെ ഇടയിൽ ആകെ കൂടെ ഒരു ബാരിയർ ആയിട്ട് ഉണ്ടായിരുന്നത് ലാംഗ്വേജ് ആയിരുന്നു. അവർക്ക് ഇംഗ്ലീഷ് അറിയാം കേട്ടോ, എന്നാലും അറബി ആയിരുന്നു കുറച്ചും കൂടെ കംഫർട്ടബിൾ. ബട്ട് എനിവേസ് എല്ലാവരായിട്ടും കുറച്ചൊക്കെ മിണ്ടി സംസാരിച്ചു, ഡേ സ്പെൻഡ് ചെയ്തു. ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ ഡേ. അപ്പോൾ നമ്മുടെ ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മറക്കാതെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സീ യു ആൾ ഇൻ ദ വീഡിയോ. അസ്സലാമ.